ഫസ്റ്റ് എൻ്റെ മോളാണ് ഇവിടെ വന്നത് ആദ്യം. മോൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവള്. അപ്പോൾ നല്ല ഡോക്ടറാണ്. ഹിസ് വെരി സോഫ്റ്റ് ആൻഡ് കൈൻഡ്. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്തിരുന്നു. അത് വീണ്ടും രണ്ടാമത് റിമൂവ് ചെയ്യേണ്ടി വന്നു ഇൻഫെക്ഷനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ റിമൂവ് ചെയ്തപ്പോൾ പിന്നെ അവിടെ പല്ലില്ല, അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല എന്നുള്ള ഇത് അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് റൂട്ട് കനാൽ ചെയ്തത് ഇൻഫെക്ഷൻ വന്ന ഒരു സൈഡിൽ, രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് അത് തേർഡ് കനാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല റൂട്ട് കനാൽ ചെയ്ത ഡോക്ടർക്ക്. അപ്പോൾ അതിൽ കൂടിയാണ് ഇൻഫെക്ഷൻ വന്നതെന്ന് പറഞ്ഞു. പിന്നെ ആ പല്ല് റിമൂവ് ചെയ്യാതെ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനത് സർജറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 3 months കഴിഞ്ഞിട്ടാണ് ഇംപ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2 പല്ലാണ് എനിക്ക് ഇംപ്ലാന്റ് ചെയ്തത്. അത് ബ്രിഡ്ജ് ചെയ്തു. ഒരു എക്സ്ട്രാ അപ്പുറത്ത് പല്ലുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെ എക്സ്ട്രാ 2 പല്ല് വെച്ചു. പിന്നെ ഒരു ക്രൗൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതും റിമൂവ് ചെയ്തിട്ട് പുതിയ ക്രൗൺ വെച്ചു. വെരി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. സത്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ 1-2 യൂട്യൂബിൽ 1-2 വീഡിയോ കണ്ടു. അപ്പോൾ അതിങ്ങനെ ഡ്രില്ല് ഗം തുറന്ന് ഡ്രില്ല് ചെയ്യുന്ന അതൊക്കെ കണ്ടപ്പോഴത്തേക്കും വല്ലാത്ത പേടിയായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പല്ല് മുമ്പ് റിമൂവ് ചെയ്തിട്ടില്ലേ, അതപ്പോൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു കുറച്ച് പെയിൻഫുൾ ആയിരുന്നു, അപ്പോൾ അത്ര പോലും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ ഒരു ആ സംസാരത്തിലാണ് എനിക്ക് ധൈര്യം വന്നത്. അപ്പോൾ വളരെ ഞാൻ കുറേ 5-6 സ്ഥലത്ത് പോയിട്ടുണ്ട്. കലൂര്, ആലുവയിലെല്ലാം ഈ റൂട്ട് കനാൽ ചെയ്തത് 3-4 സ്ഥലത്താണ്. ഒരു 10-15 വർഷമായിട്ട് പല്ലിൻ്റെ പുറകിലാണ് ഞാൻ. അപ്പോൾ അതിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ്.